എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ചില്ലി ഫ്രൈയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഇനി നമ്മൾക്ക് ഒരു 1/2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്രിസ്പിനെസ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരല്പം മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇതിനാവശ്യമുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പൂണാണുള്ളത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഒരുവിധം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് അതൊന്ന് പൊരിച്ചെടുക്കണം. അതിലേക്ക് ഒരു താവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇത് നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളത് ഒട്ടും കരിയാതെ നമ്മൾക്കത് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് ഒരു സൈഡൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് അല്പം ഒന്ന് ഓയിൽ തൂക്കി കൊടുത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക. അങ്ങനെ 2 സൈഡും നല്ലതുപോലെ ഒന്ന് നമ്മൾക്ക് ബ്രൗൺ നിറത്തിലൊന്ന് മൊരിച്ചെടുക്കാം. അല്ലേ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് ഒന്നുകൂടി നമുക്കത് മറിച്ചിട്ടതിന് ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. എന്നിട്ട് അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മാറ്റി കൊടുത്ത് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നാലാണ് അതൊരു എഗ് ചില്ലിക്ക് നല്ലൊരു ടേസ്റ്റ് അതിൽ മസാലയൊക്കെ ചേർന്ന് പിടിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ചെറിയ പീസാക്കി നമുക്കത് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൽ മസാലയ്ക്ക് ആവശ്യത്തിന് ഉള്ള ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-15 ചെറിയ ഉള്ളി. ഇനി സവാള എടുക്കുന്നതാണ് അത് നന്നാവും, പക്ഷേ ചെറിയ ഉള്ളിയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുന്ന സമയത്ത് ഒരു അല്പം ഉലുവ നമ്മളിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ എഗ് ചില്ലി ഫ്രൈക്ക് മൊത്തത്തിന് ആവശ്യമുള്ള ഉപ്പ് ഞാനിപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രഷ് ചെയ്ത കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 2 മീഡിയം സൈസ് തക്കാളി ഉണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അല്പം വെള്ളമൊഴിച്ച് ഒന്നുകൂടി അതൊന്ന് മസാലയൊക്കെ ഒന്ന് ശരിക്കൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 മിനിറ്റ് അടച്ചു വയ്ക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം ശരിക്കൊന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ചുവന്നുള്ളിയും തക്കാളിയും മുളക്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമുള്ള എല്ലാം ആയി കഴിഞ്ഞു. നമ്മൾ നേരത്തെ മുട്ട പൊരിക്കുമ്പോൾ തന്നെ അല്പം മുളക് പൊടി, പിന്നെ ചുവന്ന മുളകിൻ്റെ ക്രഷ് ചെയ്തത്, ഇപ്പോൾ നമ്മൾ കുരുമുളക് എല്ലാം ചേർത്ത് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോഴിമുട്ട കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ മസാലയൊക്കെ ഒന്ന് അതിലേക്കൊന്ന് ചേർന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറിയ ചൂടിലിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ അതിലേക്ക് ആവി കയറി നല്ലതുപോലെ ആ മസാലയൊക്കെ അത് ചേർന്ന് പിടിക്കും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ വീട്ടിൽ വൈകുന്നേരമൊക്കെ 2 അടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ
ഇതൊന്ന് വെച്ച് കൊടുത്താൽ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ല റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.